ഹലോ, ഞങ്ങളൊരു ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുവാണേ. ഞങ്ങൾ തൃശ്ശൂർ വരെ ഒന്ന് പോവുക. അടുത്ത ദിവസം എൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ ബാപ്റ്റിസമാണ്. അതിന് വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ ഇറങ്ങുവാണേ. ഞങ്ങൾ പ്രാർത്ഥിച്ച് റൂമെല്ലാം നോക്കി. നമ്മൾ ലാസ്റ്റത്തെ ഒരു ഓട്ടപ്രദക്ഷിണം ഉണ്ടല്ലോ, എല്ലാം സെക്യൂർഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ടം, എല്ലാം സെറ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാ റൂമിലും വാതിലെല്ലാം ലോക്കാണോ, ജനൽ ലോക്കാണോ എന്നൊക്കെ നോക്കുകയാണേ. അങ്ങനെ ഇവിടെ ഇറങ്ങി അത് വാതിലൊക്കെ ലോക്ക് ചെയ്തു കേട്ടോ. ഇനി തൃശ്ശൂർ വരെ പോകണം. ചേട്ടായി തന്നെ കേട്ടോ ഡ്രൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിർത്തി മെല്ലെ പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കാൻ ഭയങ്കര മടിയാവും. അതുകൊണ്ട് നമുക്ക് നേരെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം എല്ലാ യാത്രേൻ്റെയും തുടക്കത്തിൽ കൊളയാടുള്ള നമ്മുടെ അൽഫോൺസ പള്ളിയിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങുള്ളൂ. അവിടെ നിന്ന് നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ മെല്ലെ യാത്ര തുടങ്ങുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ഹൈവേയിലേക്ക് കയറുക കേട്ടോ. ഹൈവേയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സമാധാനമല്ലേ. ഇത്രയും നേരമുള്ള കുണ്ടും കുഴിയെല്ലാം ചാടി പെറുക്കിയൊക്കെ ആട്ടോ വന്നത്. അപ്പോൾ ഈ പോകുന്ന മുഴുവൻ കല്ലുമണ്ടി കേട്ടോ. നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള കല്ലുകളല്ലാതെ നാട്ടിലേക്കൊക്കെ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമണിയും അമ്മയും കുഞ്ഞൂസും ഒക്കെ ഉറങ്ങിയേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറങ്ങും, പിന്നെ എണീക്കും. ഉറങ്ങരുത് എന്ന് വിചാരിക്കും, പക്ഷെ എന്നാലും ഉറങ്ങിപ്പോകും കേട്ടോ. രാത്രിയല്ലേ, പാവം ചേട്ടൻ തന്നെ ഇരുന്ന് ഓടിച്ചേ. അപ്പോൾ അതിനിടയ്ക്ക് വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്താട്ടോ. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയേ. പിന്നെ ഒരു സൗണ്ട് കേട്ടിട്ട് എണീറ്റ് നോക്കുമ്പോൾ ഇത് റൈഡ് ചെയ്യുന്ന കാറ് ഒമ്പോ. പിന്നെ ചേട്ടൻ കുറച്ച് നേരം അതിനിട്ട് ഓടിപ്പിടുത്തമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എണീറ്റു. ഞാൻ കാറുകളോട് ഭയങ്കര ക്രൈസാട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ട് തേക്കിൻകാട് മൈതാനി എന്നുള്ള വിഷയമായിരുന്നു കേട്ടോ. കുറച്ച് നേരമെല്ലാം ഞങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് റൂമൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. സ്റ്റേ ചെയ്തു എന്നൊന്നും പറയാനില്ല, ഒരു 2-3 മണിക്കൂർ കിടന്ന് ഉറങ്ങാലോ, പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ റൂം എടുത്തത്. വലിയ പൈസ ഉണ്ടെന്നുള്ള ചെറിയ റൂമാണ് എടുത്തത്. എന്നിട്ട് ഞങ്ങളൊരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേനും എണീറ്റ് ഒരുങ്ങി പുറത്ത് പോയിട്ട് ഒരു ചായയും ബോണ്ടയൊക്കെ കഴിച്ചു കേട്ടോ. വലിയ കാര്യമായിട്ട് അങ്ങനെ വിശക്കുന്നില്ലായിരുന്നേ, എന്നാലും ചെറുങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ബോണ്ടയും ചായയും കഴിച്ചു കേട്ടോ. എന്നിട്ട് വണ്ടി ഞങ്ങൾ പള്ളീൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തേ. ഈ തൃശ്ശൂർ സ്ഥലത്തിൻ്റെ ഒരു ഒളരിക്കരാന്ന് അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. എന്നിട്ട് കുഞ്ഞിരിയും അപ്പയും കുഞ്ഞൊക്കെ കൂടി നടന്നു പോകുന്നത്. കുഞ്ഞിരി ചട്ടയമുണ്ടിലൊക്കെ ആട്ടോ പോയിരിക്കുന്നത്. അവൾ ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ ഏകദേശം ഒരു പകുതിൻ്റെ മേളിൽ കുർബാനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് പുറകിൽ പോയി നിന്ന് കുറച്ച് നേരം കുർബാനയൊക്കെ കൂടി. അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന കേട്ടോ എൻ്റെ അനിയത്തിയെ. അവളുടെ മോൻ്റെ ആയിരുന്നു ബാപ്റ്റിസം. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞിൽ ഭയങ്കര പ്രാർത്ഥനയാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഏകദേശം കുർബാന കഴിയാനായേ. എല്ലാവരും കൂടെ പുറത്തിറങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വന്നാണ്. എൻ്റെ പപ്പേൻ്റെ പെങ്ങന്മാരും പെങ്ങൻ്റെ ഭർത്താവും അങ്ങനെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിരീൻ്റെ ചട്ടയമുണ്ടിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്കിള് പറയുമായിരുന്നു അമ്മേനോടെ, ഇത് കണ്ടോ നോക്ക്, കൊച്ചു മാത്രമേ ഉള്ളൂ നമ്മുടെ ചേട്ടത്തീൻ്റെ ഒരു പാരമ്പര്യം സൂക്ഷിച്ചിട്ടുള്ളത്. നോക്ക്, നിങ്ങളൊക്കെ സാരിയൊക്കെ കൊടുത്ത് ചുരിദാറിട്ട് നടന്നോ, കൊച്ചു നോക്കി അടുക്കിട്ട് ചട്ടയൊക്കെ ഇട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം വന്നിട്ടുണ്ട്. ആള് നല്ല ഉറക്കം കേട്ടോ. ഏതായാലും വലിയ ഒച്ചപ്പാടും ബഹളവും കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആള് നല്ല സൈലൻ്റ് ആയിരുന്നേ. അങ്ങനെ എൻസോ മരിയ ഈശോപ്പേൻ്റെ കുഞ്ഞായിട്ട് ഇരിക്കുന്നത്. ആൻറ്റി അവൾ കുറച്ച് ദിവസം മുമ്പ് അവളെ കൂട്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. ആൻറ്റി കുറച്ച് ദിവസം കൂടി കാണുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അത് പപ്പേൻ്റെ അനിയൻ്റെ ഭാര്യ, കണ്ണാടി വെച്ചിരിക്കുന്ന ആൻറ്റി ആ പപ്പയുടെ മൂത്ത പെങ്ങൾ കേട്ടോ. ഇപ്പുറത്തേക്കുന്ന പപ്പൻ്റെ ഇളയ പെങ്ങളുടെ മോള്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നേ. അതുണ്ടോ കുഞ്ഞാവനെ ഞാൻ ചാടിയെടുത്താണ്. നല്ല ഉറക്കം കേട്ടോ. പക്ഷെ നല്ല ഉറക്കത്തിൽ ഞാൻ എടുത്ത സമയത്തൊന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കിയായിരുന്നേ. അപ്പോൾ ഇപ്പം എല്ലാം എന്താ പറയുക, പേരൊക്കെ ഡ്രസ്സിലൊക്കെ എഴുതിയിട്ടുള്ള നല്ല അടിപൊളി ഉടുപ്പായിരുന്നു കേട്ടോ.
എൻസോ മരിയ എന്നുള്ളതാണ് വാവൻ്റെ പേര്. അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിലെത്തി. ചെറിയൊരു ഫങ്ഷനായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നേ. ഇപ്പോൾ ആ വിളിച്ച ആൻറ്റി ഇല്ലേ, ആ ആൻറ്റിയും എന്നെയും കണ്ടാൽ ഏകദേശം ഒരു ഷേപ്പ് തോന്നില്ലേ, എൻ്റെ പപ്പേൻ്റെ പെങ്ങളാട്ടോ, തങ്കമ്മാൻറ്റി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കുഞ്ഞാവേൻ്റെ പപ്പ ഒരു പാട്ടൊക്കെ പാടുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക, നോക്കി മൊബൈൽ വെച്ചിട്ട് മുഖം മറച്ചു പിടിക്കുന്നതെന്ന്. ഇത് കുഞ്ഞാവേ അമ്മയും കൂടെയൊക്കെ സ്റ്റേജിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണേ. ഏകദേശം ഫങ്ഷനൊക്കെ ആയത്. ഒരു ആൻറ്റി ഇதை വിളിച്ച് അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അവർക്കൊരു അടിപൊളി എൻട്രി കൊടുക്കാൻ വേണ്ടി അവർ വന്നിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അതാ ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓടിപ്പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളിത് തിരിച്ച് പോകാൻ ഇറങ്ങോട്ടെ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങുവാണ്. രാത്രി തന്നെ തിരിച്ച് വീട്ടിലെത്തണം. അതുകൊണ്ട് ഞങ്ങൾ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങളത് തിരിച്ചിറങ്ങുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂരിനോട് യാത്ര പറയുന്നു, നേരെ കണ്ണൂർക്ക് വിടുന്നു കേട്ടോ. ബൈ.